പിണറായി വന്നാലും മോദി വന്നാലും എല്ലാവരും കൂടെ എണ്ണിട്ട് നിൽക്കുന്നത്. ഇപ്പൊ മോദി അവിടെ എന്താണ് ആ വിഴിഞ്ഞത്ത് വരുന്നില്ലേ, ആ റോഡിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ വയ്യാത്ത തരത്തിലായിരുന്നു. എന്ത് കാരണം കൊണ്ട് ഇത് ഒരുത്തനല്ലേ വരുന്നേ, ഒരു വോട്ട് കൂടുതൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ വരുന്നത്. രാജാവ് വരുന്ന പോലെയാണ് ഈ ഇവന്മാരെല്ലാം വന്നോണ്ടിരിക്കുന്നത്. രാജാവിന് പകരം ഭരിക്കാനല്ല ജനപ്രതിനിധികളെ നമ്മൾ എടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അഴിക്കാൻ വേണ്ടിയാണ് ഇവന്മാരെ ജനപ്രതിനിധികളാക്കിയത്. ജനപ്രതിനിധിയാണ്, എന്റെ പ്രതിനിധിയാണത്, എന്നെ ഭരിക്കാനല്ലത്. ഞാൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ പണ്ട് രാജാവായിരുന്നു. രാജാവിന് പകരം കുറച്ച് അവന്മാര് കയറി രാജാവിന് പകരം ഭരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അതങ്ങനെ തന്നെ തുടരുന്നത്. ജനാധിപത്യത്തിൽ ഭരണമില്ലടൂ. നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ക്രമീകരണത്തിനാണ്, സേവനത്തിനാണ്, അല്ലാതെ 25 രാജാക്കന്മാരെ ഉണ്ടാക്കാനല്ല. ഇവിടെ ഇപ്പൊ 25 രാജാക്കന്മാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാര് രാജാക്കന്മാരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വിട്ടവരല്ലേ, നമ്മൾ വോട്ട് കൊടുത്തവരല്ലേ, അവരെന്തിനാണ് നമ്മളെ ഭരിക്കേണ്ട ആവശ്യം? നമ്മളിപ്പോഴും ഓച്ചാനിച്ചാ നിൽക്കുന്നത്.